മാസ് കമ്മ്യൂണിക്കേഷൻ്റെ റിവിഷൻ ക്ലാസ് ആണ്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ടത് മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് വരുന്നത് എന്താണ് അണ്ടർസ്റ്റാൻഡിങ് കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് പഠിക്കുക. അതിൻ്റെ കുറച്ച് ഡെഫിനിഷൻസ് ഉണ്ട്. അതിൽ ഒന്നോ രണ്ടോ ഡെഫിനിഷൻ പഠിക്കുക. ദെൻ ഫീച്ചേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ 1 2 3 4 5 ഫീച്ചേഴ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കണം. ഫങ്ഷൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്താ? ടു ഇൻഫോം, അറിയിക്കാനായിട്ട്. ടു പെർസ്വേഡ്, പ്രേരിപ്പിക്കാൻ. ടു മോട്ടിവേറ്റ്, പ്രചോദനം. അത് മൂന്നും പഠിക്കണം. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഏതൊക്കെയാണ്? പ്രിൻസിപ്പിൾ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, പ്രിൻസിപ്പിൾ ഓഫ് അറ്റൻഷൻ, പ്രിൻസിപ്പിൾ ഓഫ് ബ്യൂട്ടി. ഇതൊക്കെ ക്ലാസ്സിൽ ഞാൻ പിന്നെയും പറഞ്ഞതാണ്. പ്രിൻസിപ്പിൾ ഓഫ് ടൈംലിനെസ് ഒന്നും വിട്ട് കളയരുത്. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് അപ്രോപ്രിയേറ്റ്നെസ്, ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ഫീഡ്ബാക്ക്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ദെൻ അതിൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് പറയാം, ബാക്കി ക്വസ്റ്റ്യൻസ് ഞാൻ അയക്കാം. ദെൻ എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് രണ്ടാമത്തെ യൂണിറ്റ്. എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ SMCR വരുന്നുണ്ട്. സെൻഡർ, മെസ്സേജ്, ചാനൽ, റിസീവർ. ഇതെന്താണെന്ന് പഠിക്കണം. ഈ 4 എണ്ണം. ദെൻ കമ്മ്യൂണിക്കേഷൻ്റെ സെൻറ്ററിൽ നോക്കിയേ. ദെൻ ഫോളോയിങ് എലമെൻറ്റ്സ് ഹാവ് ആൻ ഇമ്പാക്റ്റ് ഓൺ ദ സോഴ്സ്. സെൻറ്ററിലെ സോഴ്സ് എന്തൊക്കെയാണ്? സെൻറ്ററിൽ വരുന്ന പോയിൻറ്റ്സ്, ശ്രദ്ധിക്കേണ്ട പോയിൻറ്റ്സ് ആണ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവണം, ആറ്റിറ്റ്യൂഡ്, നോളേജ്, സോഷ്യൽ സിസ്റ്റംസ്, കൾച്ചർ. സോ സെൻറ്ററുമായി ബന്ധപ്പെട്ട ഈ പോയിൻറ്റ്സ് പഠിക്കണം കേട്ടോ. ദെൻ മെസ്സേജ് എങ്ങനെ ഇരിക്കണം? ദെൻ മെസ്സേജിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങളും വെരി ഇമ്പോർട്ടൻറ്റ്. മെസ്സേജിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്താണ്? അതിലെ കണ്ടൻറ്റ്, എലമെൻറ്റ്സ്, ട്രീറ്റ്മെൻറ്റ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദെൻ സ്ട്രക്ചർ, കോഡ്, വിട്ടുകളയാതെ പഠിക്കണം. ദെൻ ചാനൽ എന്താണെന്ന് പഠിക്കണം. ചാനലിലൂടെയാണ് മെസ്സേജ് കൺവേ ചെയ്യുക അല്ലേ. ദെൻ റിസീവർ പഠിക്കണം. എന്താണ് ബ്രോക്കൺ ചെയിൻ എന്ന് പഠിക്കണം. ദെൻ കമ്മ്യൂണിക്കേഷൻ നോയ്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ, അത് പഠിക്കണം. ദെൻ ടൈപ്സ് ഓഫ് നോയ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ ഏതൊക്കെയാണ്? ഫിസിക്കൽ നോയ്സ് ഉണ്ട്, സെമാൻറ്റിക് നോയ്സ് ഉണ്ട്, ഫിസിയോളജിക്കൽ നോയ്സ് ഉണ്ട്. നമ്മൾ രണ്ടുപേരായിട്ട് സംസാരിക്കുമ്പോൾ ആ കമ്മ്യൂണിക്കേഷനെ ഇൻ്ററപ്റ്റ് ചെയ്യാൻ അതിൻ്റെ ഇടയിൽ കയറി വരുന്നത് എന്തോ അതാണ് എന്ത് നോയ്സ് എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് നോയ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൽ തന്നെ സൈക്കോളജിക്കൽ നോയ്സ് ഉണ്ട്, കൾച്ചറൽ നോയ്സ് ഉണ്ട്, ടെക്നിക്കലായിട്ടുള്ള നോയ്സ് ഉണ്ട്. എല്ലാം പഠിക്കണം കേട്ടോ. ദെൻ ഓർഗനൈസേഷണൽ നോയ്സ് എന്താണ്? ഫീഡ്ബാക്ക് എന്ന് പഠിക്കണം. നമ്മളൊരാളോട് പറയുമ്പോൾ അയാൾ നമുക്ക് തിരിച്ചു തരുന്ന റെസ്പോൺസാണ് എന്ത്? ഫീഡ്ബാക്ക്. അത് വെരി ഇമ്പോർട്ടൻറ്റ്. കമ്മ്യൂണിക്കേഷനിൽ റീക്യാപ്പ് നല്ലപോലെ വായിച്ച് പഠിക്കുക, നോക്കുക കേട്ടോ. ദെൻ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. എത്ര ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ ഉള്ളത്? ചിത്രത്തിലെ പോലെ തന്നെ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. എന്താണ് ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ? 2 പേര് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. അതിലെ ഈ ഒരു 10 വാല്യൂസ് അത് പഠിക്കണം. ദെൻ നമുക്ക് എന്താണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ, എന്താണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നുണ്ട്. ലിസണിങ് സ്കിൽസ് പഠിക്കണം. ഇമോഷണൽ ഇൻ്റലിജൻസ് എന്താ നോക്കണം. എന്താണ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ? നമ്മളോട് തന്നെ സംസാരിക്കുന്നതാണ് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ തന്നെ സ്മോൾ ഗ്രൂപ്പ്, ലാർജ് ഗ്രൂപ്പ് ഉണ്ട്. ദെൻ ടൈപ്സ് ഓഫ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനിൽ പിന്നെ ടൈപ്സ് ഓഫ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷനിൽ വെരി ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ടതാണ് വെർബൽ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ, പവേർഡ് ബൈ ടെക്നോളജി, നോൺ വെർബൽ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ, ഇൻ പേഴ്സൺ, വെർച്വൽ. ഇതൊക്കെ എന്താണ്? ടൈപ്സ് ഓഫ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് കേട്ടോ. ദെൻ മാസ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് പഠിക്കണം. ടൈപ്സ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ഏതൊക്കെയാണ്? വെരി ഇമ്പോർട്ടൻറ്റ്. പ്രിൻറ്റ് മീഡിയ ഉണ്ട്, ബ്രോഡ്കാസ്റ്റ് മീഡിയ, ഔട്ട്ഡോർ ആൻഡ് ട്രാൻസിറ്റ് മീഡിയ, ഡിജിറ്റൽ മീഡിയ പഠിക്കണം. ഇതെന്താണ് പ്രിൻറ്റ്, ട്രഡീഷണൽ മീഡിയ, ബ്രോഡ്കാസ്റ്റ് മീഡിയ എന്താണ്? ദെൻ ആ ബ്രോഡ്കാസ്റ്റ് മീഡിയയിൽ തന്നെ പഠിക്കാനുള്ളതാണ് എന്ത്? റേഡിയോ, ഫിലിം ആൻഡ് ടെലിവിഷൻ, ഔട്ട്ഡോർ ആൻഡ് ട്രാൻസിറ്റ്, അഡ്വർടൈസിങ്, ഡിജിറ്റൽ ആൻഡ് ന്യൂ മീഡിയ. അപ്പോൾ എല്ലാം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ദെൻ യൂണിറ്റ് 4 വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. എക്സ്ട്രാ വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളതാണ്. അതിലെന്താണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വാക്കുകളിലൂടെയുള്ള കമ്മ്യൂണിക്കേഷനാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. ടൈപ്സ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന എന്താണ്? പബ്ലിക്കിനോടുള്ള പബ്ലിക് കമ്മ്യൂണിക്കേഷൻ, സ്മോൾ ഗ്രൂപ്പിലുള്ള സ്മോൾ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ, ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷനും പിന്നെ വരുന്നുണ്ട്. ദെൻ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനും കൂടെ വരുന്നുണ്ട്. ദെൻ മെറിറ്റ്സ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് 4 പോയിൻറ്റ്സ് ഉണ്ട്. ഡിമെറിറ്റ്സ് 4 പോയിൻറ്റ്സ് ഉണ്ട്, പഠിക്കണം. എന്താണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ? അവിടെ ആംഗ്യങ്ങളും ഒക്കെയാണ് വരുന്നത്, ചിത്രങ്ങളൊക്കെ. അതിൽ വേർഡ്സ് ഉപയോഗിക്കുന്നില്ല, അതാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ? ഫേഷ്യൽ എക്സ്പ്രഷൻ, മുഖഭാവം, ഗസ്റ്റേഴ്സ്, ആംഗ്യങ്ങൾ, പ്രോക്സിമിറ്റി, എത്രത്തോളം അടുത്താണെന്നുള്ള ടച്ച്, സ്പർശം. ദെൻ ഐ കോണ്ടാക്റ്റ്, എപ്പിയറൻസ് വരുന്നുണ്ട്. ദെൻ മെറിറ്റ്സ് ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഒരു 7 പോയിൻറ്റ്സ് ഉണ്ട്. ഡിസഡ്വാൻറ്റേജസ് 4 പോയിൻറ്റ്സ് ഉണ്ട്, അതും പഠിക്കണം. ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ബാരിയേഴ്സിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു വയ്ക്കുക. തടസ്സം അല്ലേ. ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ഏതാ? ഫിസിക്കൽ ബാരിയേഴ്സ്, ആറ്റിറ്റ്യൂഡ് ബാരിയേഴ്സ്, ഇമോഷണൽ ബാരിയേഴ്സ്, കൾച്ചറൽ ബാരിയേഴ്സ്, ലാംഗ്വേജ് ബാരിയേഴ്സ്, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ലാക്ക് ഓഫ് ഫോക്കസ് ആൻഡ് ഐ കോണ്ടാക്ട്, ഫിയർ ഓഫ് മേക്കിംഗ് മിസ്റ്റേക്സ്, സൈക്കോളജിക്കൽ ഒബ്സ്റ്റാക്കിൾസ്.
ദെൻ പെർസെപ്ഷൻ ഒബ്സ്റ്റാക്കിൾസ് 10 ഉണ്ട്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വേസ് ടു ഓവർകം കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ്, ഈ കമ്മ്യൂണിക്കേഷൻ്റെ തടസ്സങ്ങളെ എങ്ങനെ നമുക്ക് മറികടക്കാം? ഒന്നാമത്തെ എന്താ? സിംപ്ലിഫൈ യുവർ ലാംഗ്വേജ് ലഘൂകരിച്ച്. രണ്ടാമത്തെ എന്താ? ലിസൺ ആക്റ്റീവ്ലി, വളരെയധികം ശ്രദ്ധിക്കുക. മൂന്നാമത് എന്താ? യൂസ് നോൺ വെർബൽ ക്യൂസ്, ആംഗ്യങ്ങളൊക്കെ ഉപയോഗിക്കാം. നാലാമത് ബി അവെയർ ഓഫ് കൾച്ചറൽ ഡിഫറൻസസ്, സാംസ്കാരിക വ്യത്യാസങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. അഞ്ചാമത്തത് യൂസ് വിഷ്വൽ എയ്ഡ്സ്, ചിത്രങ്ങൾ പോലെ വിഷ്വൽ എയ്ഡ്സ് ഉപയോഗിക്കാം. പ്രൊവൈഡ് ഫീഡ്ബാക്ക്, നല്ലൊരു ഫീഡ്ബാക്ക് കൊടുത്തിട്ട്. യൂസ് ടെക്നോളജി, സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടൊക്കെ നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ്റെ തടസ്സങ്ങളെ മറികടക്കാം. ഈ 7 പോയിൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. റീക്യാപ്പ് വായിക്കാം, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വായിക്കാം. ഓക്കെ, അപ്പോൾ ദെൻ യൂണിറ്റ് 5 മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് വരുന്നത്. അതിൻ്റെ ലീനിയർ ട്രാൻസ്മിഷൻ മോഡലുണ്ട്. ലീനിയറായിട്ട് സെൻഡർ ടു റിസീവറിൽ മെസ്സേജ് പോകുന്ന മോഡലാണ് ലീനിയർ ട്രാൻസ്മിഷൻ മോഡൽ. ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ മോഡൽസിനെ കുറിച്ചിട്ട് എസ് ചോദിക്കും. അതിൽ ഒന്നാമത്തെ ലീനിയർ ട്രാൻസ്മിഷൻ മോഡൽസ് അറിഞ്ഞിരിക്കണം. ദെൻ രണ്ടാമത് എന്താണ്? മോഡൽസ് ഓഫ് ഇൻ്ററാക്ഷൻ, ദെൻ ട്രാൻസാക്ഷൻ മോഡൽസ്, അത് അറിഞ്ഞിരിക്കണം. ദെൻ അതിൽ തന്നെ അങ്ങനെ തന്നെ 3 ടൈപ്പ് കാറ്റഗറി വരുന്നുണ്ടെന്ന്. ഇപ്പോൾ ലീനിയർ ട്രാൻസിഷൻ മോഡലുണ്ട്, മോഡൽസ് ഓഫ് ഇൻ്ററാക്ഷൻ ഉണ്ട്, ട്രാൻസാക്ഷൻ മോഡലുണ്ട്. ഇതിൽ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ ഫസ്റ്റ് ടൈപ്പ് വരുന്നത് ഏതാണ്? ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മോഡലിൽ ഫസ്റ്റ് മോഡൽ വരുന്നത് അരിസ്റ്റോട്ടിലിൻ്റെ റിട്ടോറിക് കമ്മ്യൂണിക്കേഷൻ മോഡലാണ്, അത് അറിഞ്ഞിരിക്കണം. ദെൻ ലാസ്വെലിൻ്റെ കമ്മ്യൂണിക്കേഷൻ മോഡൽ, ഷാനൻ ആൻഡ് വീവറിൻ്റെ മോഡൽ. ചിത്രങ്ങളിൽ നിന്ന് അത് വ്യക്തമായിട്ട് മനസ്സിലാവും, നോക്കി പഠിക്കുക കേട്ടോ. ദെൻ ബെർലോര മോഡലുണ്ട്, ഫ്രാങ്ക് ഡാൻസ് ഹെലിക്കൽ കമ്മ്യൂണിക്കേഷൻ മോഡൽ, ജോർജ് ഗെബ്നറിൻ്റെ മോഡൽ. ഇത് ചിലപ്പോൾ എസ് മൊത്തത്തിൽ ചോദിക്കുകയാണെങ്കിൽ എല്ലാത്തിനെയും കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. വെസ്ലി ലെക്കിൻ്റെ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ദെൻ പിന്നെ നമ്മൾ എടുത്ത് പറഞ്ഞ ഇന്ത്യൻ മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. അത് വായിച്ച് നോക്കുക. റീക്യാപ്പ് നല്ലപോലെ പഠിക്കുക, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നോക്കുക കേട്ടോ. റീക്യാപ്പിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ബ്ലോക്ക് 2 മാസ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് ബ്ലോക്ക് 2ൻ്റെ പേര്. മാസ് കമ്മ്യൂണിക്കേഷൻ അല്ല, യൂണിറ്റ് 1 എന്താണ് മാസ് കമ്മ്യൂണിക്കേഷൻ, ആ ഡെഫിനേഷൻ അറിഞ്ഞിരിക്കണം. ഡെഫിനേഷൻസ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ 1-2 പഠിച്ചു വയ്ക്കുക. അത് തന്നെയാണ് ഇതിൽ പറയുന്നത്. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്താ? ഒന്നാമത്തത് എന്താ? ലാർജ് ആൻഡ് ഹെട്രോജീനിയസ് ഓഡിയൻസ്, വലുതും പല വ്യത്യസ്തങ്ങളായിട്ടുള്ള കാണികളായിരിക്കും. രണ്ടാമത്തെ പോയിന്റ് സ്കാറ്റേർഡ് ആൻഡ് ഇൻഡിവിജ്വലി അൺനോൺ ഓഡിയൻസ്, അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല. മൂന്നാമത്തെ പോയിന്റ് എന്താ? കോമൺ മെസ്സേജ് ആയിരിക്കും സെൻഡ് ചെയ്യുക. നാലാമത്തത് യൂസ് ഓഫ് മെക്കാനിക്കൽ ഓർ ഇലക്ട്രോണിക് മീഡിയ അവിടെ യൂസ് ചെയ്യും. അഞ്ചാമത്തെ റാപ്പിഡ് ആൻഡ് കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് ഡിസമിനേഷൻ നടക്കും. ക്യാരക്ടറിസ്റ്റിക് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്നും പഠിച്ചിരിക്കണം. പിന്നെ 6, 7, 8 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ഇൻ്റർവെൻഷൻ ഫോർ വാല്യൂ അഡീഷൻ, ഈ മാസ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കാറുണ്ട് മൂല്യങ്ങൾ കൂട്ടാൻ. 1, 2, 3 പോയിൻ്റ് ഉണ്ട്, വായിക്കുക. റീക്യാപ്പും വായിക്കുക കേട്ടോ. ആക്ടിവിറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക. യൂണിറ്റ് 2 ഫങ്ഷൻസ് ആൻഡ് ഡിസ്ഫങ്ഷൻസ് ഓഫ് മാസ് മീഡിയയുടെ ഫങ്ഷൻസും ഡിസ്ഫങ്ഷൻസും ആണ്. മാസ് മീഡിയ എന്താണെന്ന് നോക്കുക. ദെൻ ഫങ്ഷൻസ് ഓഫ് മാസ് മീഡിയ, എന്തൊക്കെയാണ് മാസ് മീഡിയയുടെ ഫങ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. സർവീലിയൻസ്, എന്താണ്? ഒരു ബോധം ഉണ്ടാക്കാൻ, കാണികളിൽ ബോധം ഉണ്ടാക്കാൻ, കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ബോധം ഉണ്ടാക്കാൻ, അതാണ് സർവീലിയൻസ്. രണ്ടാമത്തെ മാസ് കമ്മ്യൂണിക്കേഷൻ്റെ ഗുണം എന്താ? എൻ്റർടൈൻമെൻറ്റ്, ആസ്വാദനം തന്നെയാണ്. മൂന്നാമതൊരു കോറിലേഷൻ, ഒരു ബന്ധം ഉണ്ടാക്കാൻ, ലോകത്തിൽ മറ്റുള്ളവരുമായിട്ടും കാര്യങ്ങളുമായിട്ട് ബന്ധം ഉണ്ടാക്കാൻ, ബോണ്ട് ഉണ്ടാക്കാൻ. അഞ്ചാമത്തത് മൊബിലൈസേഷൻ. ആറാമത്തത് ഇൻ്റർപ്രിട്ടേഷൻ, അർത്ഥം വ്യാഖ്യാനിക്കാൻ. 7 സോഷ്യലൈസേഷൻ, ഒരു സാമൂഹ്യവൽക്കരണം ഉണ്ടാക്കാൻ. അപ്പോൾ അത് മാസ് കമ്മ്യൂണിക്കേഷൻ്റെ പ്രത്യേകത ഗുണങ്ങളാണ് കേട്ടോ. അതെന്തായാലും പഠിക്കണം. ഫങ്ഷൻസ് ആണ് ഈ 7 പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഡിസ്ഫങ്ഷൻസ് ഓഫ് മാസ് മീഡിയ എന്താണ്? എന്തൊക്കെ ഡിസ്ഫങ്ഷൻ ആണുള്ളത്? ദ നാർക്കോട്ടൈസിങ് ഡിസ്ഫങ്ഷൻ വരുന്നുണ്ട്. ദ ഓണർഷിപ്പ് ആൻഡ് ഓപ്പറേഷൻ സ്ട്രക്ചർ വരുന്നുണ്ട്. കൺഫോമിറ്റി ടു സോഷ്യൽ നോംസ് വരുന്നുണ്ട്. ഇമ്പാക്റ്റ് ഓൺ പോപ്പുലർ ടേസ്റ്റ്, അതൊക്കെ അത് നോക്കുക കേട്ടോ. ഞാൻ റീക്യാപ്പ് നോക്കുക. റീക്യാപ്പ് നോക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെറിയ രീതിയിൽ മനസ്സിലാവും. യൂണിറ്റ് 3 ടൈപ്സ് ഓഫ് മീഡിയ ആണ്. ടൈപ്സ് ഓഫ് മീഡിയയിൽ ഫസ്റ്റ് വരുന്ന പ്രിൻറ്റ് മീഡിയ. നമുക്കറിയാം അച്ചടിയിലെ എന്താണ് പ്രിൻറ്റ് മീഡിയ എന്നൊക്കെ പഠിക്കുക. ടൈപ്സ് ഓഫ് പ്രിൻറ്റ് മീഡിയയിൽ എന്തൊക്കെയാണ് വരുന്നത്? ന്യൂസ് പേപ്പർ വരുന്നുണ്ട്, ന്യൂസ് ലെറ്റർ വരുന്നുണ്ട്, മാഗസിൻ വരുന്നുണ്ട്. ഇതൊക്കെ വായിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. ബാനേഴ്സ്, ബിൽ ബോർഡുകൾ, ബുക്സ്, ബ്രൗച്ചർ, ഇതൊക്കെ പ്രിൻറ്റ് മീഡിയയിൽ വരുന്നതാണ് കേട്ടോ. ദെൻ ഫ്ലയേഴ്സ് വരുന്നുണ്ട്. ടൈപ്സ് ഓഫ് പ്രിൻറ്റ് മീഡിയ എന്ന് പറഞ്ഞിട്ട് ചിത്രം കൊടുത്തിട്ടുണ്ട്, അത് നമ്മൾ നോക്കുക. ഇനി അടുത്തത് എന്താ? അഡ്വാൻറ്റേജസ് ഓഫ് പ്രിൻറ്റ് മീഡിയ. പ്രിൻറ്റ് മീഡിയയുടെ ഗുണങ്ങൾ എന്താ? വ്യൂഡ് ആസ് ക്രെഡിബിൾ, വിശ്വസനീയമാണ്. രണ്ടാമത്തെ കാപ്പബിലിറ്റി ടു ക്രിയേറ്റ് എ മെസ്സേജ്,
അതിലൊരു മെസ്സേജ് വരും. ഹൈ റീകോൾ വാല്യൂ ആണ്. ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ഒരു പാരഗ്രാഫ് കൊടുത്തിട്ട് വായിച്ചു നോക്കാം. രണ്ടാമത്തത് റേഡിയോ ആണ്. എന്താണ് റേഡിയോ എന്ന് പഠിക്കുക. ടൈപ്സ് ഓഫ് റേഡിയോയിൽ തന്നെ എന്തുണ്ട്? AM റേഡിയോ ഉണ്ട്. അതിൻ്റെ ഒരു ലൈനൊക്കെ പഠിച്ചാൽ മതിയിട്ട്, അല്ലെങ്കിൽ ഒരു ലൈൻ മാക്സിമം 2 ലൈനൊക്കെ പഠിച്ചാൽ മതി. ഇതെന്താണ്? FM റേഡിയോ ഉണ്ട്, ഷോർട്ട് വേവ് റേഡിയോ ഉണ്ട്, സാറ്റലൈറ്റ് റേഡിയോ, ഹാം റേഡിയോ. എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. 1-2 സെൻറ്റൻസ് ഒക്കെ ആയിട്ട് പഠിച്ചാൽ മതി. കമ്മ്യൂണിറ്റി റേഡിയോ ഉണ്ട്. അഡ്വാൻറ്റേജസ് ഓഫ് റേഡിയോ ഒരു പാരഗ്രാഫിലുണ്ട്. ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, നോക്കുക കേട്ടോ. മൂന്നാമത് ടെലിവിഷനാണ്. ടെലിവിഷൻ എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ടെലിവിഷനിൽ ആദ്യം അഡ്വാൻറ്റേജസ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്? ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, എൻ്റർടൈൻമെൻറ്റ് അഡ്വാൻറ്റേജ് ആണ്, എക്സ്പോഷർ ടു ദ വേൾഡ്, ഇൻഫർമേഷൻ മീഡിയം ഫോർ എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ, ചീപ്പ് സോഴ്സ് ഓഫ് എൻ്റർടൈൻമെൻ്റ് ആണ്, വെറൈറ്റി ഓഫ് ഇൻഫർമേഷൻ ആണ്. ഇതൊക്കെ ടി വിയുടെ ഗുണങ്ങളാണ്. ഡിസഡ്വാൻറ്റേജസ് എന്താ? ഇംപ്രോപ്പർ ആയിട്ടുള്ള കണ്ടൻ്റ് ആണ്, ശരിയായിട്ടുള്ള കണ്ടൻ്റ് അല്ല, ടൈം വേസ്റ്റിംഗ് ആണ്, സമയം വെറുതെ കളയുന്ന പോലെയാണ്, എൻകറേജ്മെൻറ്റ് ഓഫ് നെഗറ്റീവ് ബിഹേവിയർ, പൊട്ട സ്വഭാവം അത് വളർത്തും, ഹെൽത്ത് എഫക്ട്സ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കും, സോഷ്യൽ ഡിസ്കണക്ഷൻ സമൂഹവുമായിട്ടുള്ള ബന്ധം ഇല്ലാതെയാവുന്നതാണ്. അടുത്ത ഫിലിം എന്താണ്? ഫിലിം എന്താണെന്ന് പഠിക്കുക. ദെൻ ഫിലിം സ്റ്റഡീസ് വേഴ്സസ് ഫിലിം ക്രിറ്റിസിസം അതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. സിനിമ ആൻഡ് ആൻസൈറ്റി, സിനിമയും ഉത്കണ്ഠയും. ദെൻ ഹ്യൂമൻ കണ്ടീഷൻ ആൻഡ് ഫിലിം തിയറി അതൊക്കെ നോക്കുക കേട്ടോ. എന്താണ് മൊണ്ടേജ് തിയറി എന്ന് നോക്കുക. ദ റിയലിസം പ്രോബ്ലം, പിന്നെ ഓറ്റിയ തിയറി, ദെൻ പൊളിറ്റിക്സ് ഓഫ് മോഷൻ പിക്ചേഴ്സ് ഒക്കെ നോക്കുക. ദെൻ ഇവിടെ പിന്നെ ഇമ്പോർട്ടൻ്റ് കൊടുക്കുക പഠിക്കേണ്ടത് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഡിജിറ്റൽ മീഡിയയ്ക്കാണ്. ഡിജിറ്റൽ മീഡിയയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇൻ്ററാക്ടിവിറ്റി, ഹൈപ്പർ ടെക്സ്ച്വൽ, ഗ്ലോബൽ നെറ്റ്വർക്ക്, പിന്നെയോ വെർച്വൽ വേൾഡ്, സിമുലേഷൻ. അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് ഇൻ്റർനെറ്റിന്? ഞാൻ പറയാണ്ട് തന്നെ അറിയാം. എഡ്യൂക്കേഷണൽ വാല്യൂ ഉണ്ട്, വൈൽഡ് റീച്ച് ആണ്, സ്റ്റേ അപ്ഡേറ്റഡ് ആണ്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, കോസ്റ്റ് എഫക്റ്റീവ്. ഇതൊക്കെ പഠിക്കാതെ നമുക്ക് ചിന്തിച്ച് എഴുതാവുന്നതുള്ളൂ. ഡിസഡ്വാൻറ്റേജസ് എന്താണ്? പുതിയ മീഡിയ ഇൻ്റർനെറ്റിൻ്റെയൊക്കെ ടൈം കൺസ്യൂമിങ്, ഒരുപാട് സമയം വെറുതെ പോവും, ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്യും, ലാക്ക് ഓഫ് സെൻസർഷിപ്പ് വിഷസ് യോഗ്യമല്ല, ലാക്ക് ഓഫ് പ്രൈവസി ഒക്കെയാണ് അല്ലേ. ഇൻ്റർവെൻഷൻ ഫോർ വാല്യൂ അഡീഷൻസ്. അപ്പോൾ ഇതിൽ റീക്യാപ്പ് നല്ലപോലെ കൊടുക്കുക. ഞാൻ പറഞ്ഞ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നോക്കുക കേട്ടോ. അടുത്ത 4ാമത്തെ യൂണിറ്റ് അഡ്വർടൈസിങ്, പബ്ലിക് റിലേഷൻ, കമ്മ്യൂണിക്കേഷൻ ഫോർ ഡെവലപ്മെൻറ്റ് ആൻഡ് സോഷ്യൽ ചേഞ്ച് ആണ്. അപ്പോൾ അതിൽ ഡിസ്കഷൻസ്, അതിലെന്താണ് അഡ്വർടൈസിങ്, എന്താണ് പരസ്യം എന്ന് പഠിക്കണം. ഡെഫിനീഷൻസ് ഓഫ് അഡ്വർടൈസിങ് ഒരെണ്ണം പഠിച്ചാലും മതി. ഫീച്ചേഴ്സ് 1 2 3 4 5 6 7 8 9 10 അത് മലയാളത്തിൽ മനസ്സിലാക്കി വയ്ക്കുക, എന്നിട്ട് പഠിക്കുക. ദെൻ ഫീച്ചേഴ്സ് പഠിച്ചാൽ പിന്നെ ഒബ്ജക്റ്റീവ്സ് വരുന്നുണ്ട്. ഒബ്ജക്റ്റീവ്സും ഇതുപോലെ 8 പോയിൻറ്റ്സ് ഉണ്ട്, നോക്കണം. എന്താണ് പബ്ലിക് റിലേഷൻ, PR എന്താണ് പബ്ലിക് റിലേഷൻ ഡെഫിനേഷൻസ് തീർച്ചയായിട്ടും പഠിച്ചു വയ്ക്കണം. പബ്ലിക് റിലേഷൻസിൻ്റെ മറ്റൊരു പേരാണ് PR, റെഫേഴ്സ് ടു ദ ടെക്നിക്സ്, സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ മെത്തേഡ് യൂസ് ടു മാനേജ് ദ ഡിസമിനേഷൻ ഓഫ് ഇൻഫോർമേഷൻ അബൌട്ട് ഇൻഡിവിജ്വൽ ഓർ കമ്പനി ടു ജനറൽ പബ്ലിക്. നമ്മൾ ഒരു കാര്യം പബ്ലിക്കിനോട് പറയുമ്പോൾ, ഒരാളെ കുറിച്ചിട്ടോ കമ്പനീനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന ചില ടെക്നിക്കുകളും സ്ട്രാറ്റജീസും ഒക്കെ ഉണ്ട് അല്ലേ. അത് തെറ്റായ രീതിയിലൊന്നും ആവരുത്. ആ സ്ട്രാറ്റജീനെയും ടെക്നിക്കിനെയുമാണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് കേട്ടോ. സോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്, പഠിച്ചു വയ്ക്കുക. ദെൻ അണ്ടർസ്റ്റാൻഡിങ് പബ്ലിക് റിലേഷൻ ജസ്റ്റ് വായിച്ചു പോയാൽ മതി. പബ്ലിക് റിലേഷൻ്റെ കുറച്ച് ഡെഫിനേഷൻസ് അതും ജസ്റ്റ് വായിച്ചു പോയാൽ മതി. അതൊക്കെ ഒന്നോ ഒരു ഡെഫിനേഷൻ പബ്ലിക് റിലേഷൻ എന്താണെന്നും അതിനെക്കുറിച്ചുള്ള ഒരു ഡെഫിനേഷനും മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ദെൻ ടൈപ്പ് ഓഫ് പബ്ലിക് റിലേഷൻ പഠിക്കണം. ഏതൊക്കെയാണ്? പ്രൊഡക്ഷനിൽ വരുന്നുണ്ട്, ഇൻവെസ്റ്റർ റിലേഷൻ വരുന്നുണ്ട്, ഇൻറ്റേർണൽ ഉണ്ട്, ഗവൺമെൻറ് റിലേഷൻസ്, കമ്മ്യൂണിറ്റി റിലേഷൻസ്, കസ്റ്റമർ റിലേഷൻ. അതെന്താണെന്ന് പഠിച്ചിരിക്കണം. പേരിൽ നിന്ന് തന്നെ പഠിക്കാൻ പറ്റും. ദെൻ ഫീച്ചേഴ്സ് പഠിച്ചു വയ്ക്കണം. പബ്ലിക് റിലേഷൻസ് ഫോർ ഒബ്റ്റെയിനിങ് പബ്ലിക് കോപ്പറേഷൻ, അതൊന്ന് കോപ്പറേഷൻ, എല്ലാവരും കോപ്പറേറ്റ് ചെയ്യാൻ. ഡെവലപ്പിംഗ് സക്സസ്ഫുൾ റിലേഷൻസ് ഉണ്ടാക്കാൻ പബ്ലിക്കുമായിട്ട്. സാറ്റിസ്ഫൈങ്, പബ്ലിക് എന്ന് പറഞ്ഞാൽ പൊതുജനം. സാറ്റിസ്ഫൈങ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്, പല ഗ്രൂപ്പിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ. ഡയലോഗിൽ ഏർപ്പെടാൻ. ഓൺഗോയിങ് ആക്ടിവിറ്റി, സ്പെഷ്യലൈസ്ഡ് അതോറിറ്റി, അതൊക്കെ. ഇനി എന്താണ് PR ആൻഡ് പ്രൊപ്പഗാൻഡ എന്താണെന്ന് പഠിക്കണം കേട്ടോ. ദെൻ വാട്ട് ഡു പബ്ലിക് റിലേഷൻസ് ആൻഡ് പ്രൊപ്പഗാൻഡ ഹാവ് ഇൻ കോമൺ, ആ ഒരു പോയിന്റ് പഠിച്ചു വെച്ചോ. അത് തമ്മിൽ വ്യത്യാസമാണ്. ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ പബ്ലിക് റിലേഷൻ പ്രൊപ്പഗാൻഡ അതും പഠിച്ചു വെച്ചോ. എന്താണ് ന്യൂസ് ഫിൽറ്ററിങ് നോക്കുക. എന്താണ് ഫോക്ക് മീഡിയയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഒരു 8 പോയിന്റ് ഉണ്ട്, അത് പഠിച്ചു വയ്ക്കുക. ദെൻ കമ്മ്യൂണിക്കേഷൻ ഫോർ ഡെവലപ്മെൻറ്റ് ആൻഡ് സോഷ്യൽ ചേഞ്ച്, അപ്പോൾ അത് വായിച്ചു വിട്ടാൽ മതി കേട്ടോ. ദെൻ യൂണിറ്റ് 5 പറയുന്നത് റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് മാസ് മീഡിയ ഇൻ ദ സൊസൈറ്റി. ഈ ഒരു മാസ് മീഡിയ, സാമൂഹിക മാധ്യമത്തിൻ്റെ സമൂഹത്തിലുള്ള റോള് എന്താണ്, ഫങ്ഷൻ എന്താണെന്നുള്ളതാണ്. ഇപ്പോൾ റോൾ ഓഫ് മാസ് മീഡിയ ടു എന്തൊക്കെയാണ് മാസ് മീഡിയ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? റേഡിയോ ഉണ്ട്, ടെലിവിഷൻ ഉണ്ട്,
ഓഡിയോ വിഷ്വൽ പ്രസൻറ്റേഷൻസ് ഉണ്ട്, മോഷൻ പിക്ചേഴ്സ് ഉണ്ട്, പഠിച്ചു വയ്ക്കുക. റോൾ ഓഫ് മാസ് മീഡിയ എന്തൊക്കെയാണ്? ടു ഇൻഫോം, ടു ഇൻസ്ട്രക്ട്, ടു പാർട്ടിസിപ്പേറ്റ്, ഇതാണ് മെയിൻ റോള്. ദെൻ ഫങ്ഷൻസ് ഒക്കെ എന്താണ്? മാസ് കമ്മ്യൂണിക്കേഷൻ്റെ ഫങ്ഷൻസ് എന്താ? സർവീലിയൻസ്, കോറിലേഷൻ, സെൻസേഷണലൈസേഷൻ, എൻ്റർടൈൻമെൻറ്റ്, പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ദെൻ ട്രാൻസ്മിഷൻ, മൊബിലൈസേഷൻ, വാലിഡേഷൻ, അതൊക്കെയാണ്. റീക്യാപ്പ് വായിച്ച് നോക്കുക കേട്ടോ. മാസ് മീഡിയയുടെ പോയിന്റ് പഠിച്ചു വയ്ക്കുക. ബ്ലോക്ക് 3 പറയുന്നത് തീംസ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതിൽ യൂണിറ്റ് 1 വരുന്നത് റോൾ ഓഫ് ലാംഗ്വേജ് ഇൻ കമ്മ്യൂണിക്കേഷൻ. ആശയവിനിമയത്തിന് ഭാഷയ്ക്ക് എന്തോരം പങ്കുണ്ടെന്നുള്ളതാണ്. ലാംഗ്വേജ് നോക്കിയാൽ എന്തിനാ? എക്സ്പ്രസ് തോട്ട്സ് അല്ലെ, നമ്മുടെ ആശയങ്ങൾ, വിശ്വാസങ്ങൾ, നമ്മുടെ അറിവുകൾ, അതൊക്കെ മറ്റുള്ളവരെ ഷെയർ ചെയ്യാൻ. അതാണല്ലേ ഭാഷ. അതെന്തൊക്കെ വെച്ചിട്ടാണ്? വേർഡ്സ് കൊണ്ട്, ആംഗ്യങ്ങൾ കൊണ്ട്, സിമ്പിൾ കൊണ്ട്, സൗണ്ടുകൾ. ഇപ്പോൾ ഒരു ചിത്രം പഠിച്ചു വയ്ക്കുക കേട്ടോ. പിന്നെ ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. അത് നമ്മളിവിടെ പഠിക്കേണ്ടത് റോൾ ഓഫ് ലാംഗ്വേജ് ഇൻ കമ്മ്യൂണിക്കേഷൻ. എന്ത് റോളാണ് ലാംഗ്വേജിനുള്ളത്? എക്സ്പ്രഷന്, ഇൻ്റർപ്രിട്ടേഷന്, അതായത് അർത്ഥം വ്യാഖ്യാനിക്കാൻ, കോൺഫ്ലിക്റ്റ് റിസൊല്യൂഷൻ, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, ഷെയറിങ് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ, സോഷ്യൽ ബോണ്ടിങ് ഉണ്ടാക്കാൻ, ബാരിയേഴ്സ് തടസ്സങ്ങൾ ഒഴിവാക്കാൻ, വേൾഡ് വ്യൂ ലോകത്തെ മൊത്തം ഒരു കോണിലൂടെ നോക്കാൻ, ഗ്ലോബലൈസേഷൻ, ഇതിനൊക്കെ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഇതൊക്കെ എന്താണ്? റോൾ ഓഫ് ലാംഗ്വേജ് ഇൻ കമ്മ്യൂണിക്കേഷൻ ആണ്. പഠിക്കണം കേട്ടോ നല്ലപോലെ. ലാംഗ്വേജ് ബാരിയർ എന്താണ്? ഭാഷാ തടസ്സം എന്താണെന്ന് പഠിച്ചു വയ്ക്കുക. എന്താണ് വൊക്കാബുലറി? വേർഡ്സ് ആണ് അല്ലേ, വൊക്കാബുലറി അത് പഠിക്കുക. എന്താണ് സെമാൻറ്റിക്സ്? മീനിങ്, അർത്ഥമാണ്. എന്താണ് ജാർഗൺ? ചില ടെക്നിക്കൽ ടേംസ് ഉണ്ട്, അത് ആ പ്രൊഫഷനിലുള്ളവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഡോക്ടേഴ്സ് ആണെങ്കിൽ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ എഞ്ചിനീയേഴ്സ്, അതിനെയാണ് ജാർഗൺ എന്ന് പറയുന്നത്. ഡെഫിനേഷൻ പഠിച്ചു വയ്ക്കുക. റീക്യാപ്പ്, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നോക്കുക കേട്ടോ. ദെൻ യൂണിറ്റ് 2 പറയുന്നത് മീഡിയ ഓഡിയൻസ് ആരാണ്? പബ്ലിക് ഒപ്പീനിയൻ, പബ്ലിക് സ്പിയർ ആണ്. അതിലാരാണ് മീഡിയ ഓഡിയൻസ്? മീഡിയ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് മീഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്? മാധ്യമം കാണുന്ന ഓഡിയൻസ്. പല മാധ്യമങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അതിൽ 10 വരുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ടെലിവിഷൻ വ്യൂവേഴ്സ് വരും, റേഡിയോ ലിസണേഴ്സ്, മൂവി ഗോവേഴ്സ്, സിനിമ കാണാൻ പോകുന്നവർ, ഓൺലൈൻ വ്യൂവേഴ്സ്, അങ്ങനെ ഒരു 10 അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി ഫീച്ചേഴ്സ് ഓഫ് മീഡിയ ഓഡിയൻസിൻ്റെ പ്രത്യേകതകൾ എന്താ? അവരുടെ റീച്ച്, എൻഗേജ്മെൻറ്റ്, ഡെമോഗ്രാഫീസ്, ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ അത് നോക്കണം. അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് മീഡിയ ഓഡിയൻസ് 1, 2, 3, 4, 5, 6, 7, 8, 9 അത് നോക്കണം. ദെൻ മീഡിയ ഓഡിയൻസ് ആൻഡ് സൊസൈറ്റി, അതൊക്കെ വെറുതെ വായിച്ചു പോയാൽ മതി. മീഡിയ ഓഡിയൻസ് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്, അതും വെറുതെ വായിച്ചു വിടുക. എന്താണ് ഓഡിയൻസ് റിസർച്ച് എന്ന് പഠിക്കണം. വാട്ട് യു മീൻ ബൈ ഓഡിയൻസ് റിസർച്ച് അത് പഠിക്കണം. ദെൻ ബെനിഫിറ്റ്സ് ഓഫ് ഓഡിയൻസ് റിസർച്ച് എന്താണ്? ഇംപ്രൂവ്ഡ് അണ്ടർസ്റ്റാൻഡിങ്. ഓഡിയൻസ് റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താ? കാണികളുടെ കാര്യങ്ങൾ നമുക്ക് ഗവേഷണം ചെയ്ത് അവർക്ക് എന്താണ് ഇഷ്ടം, അവർക്ക് എന്താണ് ഇഷ്ടക്കേടെന്ന് മനസ്സിലാക്കുന്നതിനെയാണ് ഓഡിയൻസ് റിസർച്ച്. ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഇംപ്രൂവ്ഡ് അണ്ടർസ്റ്റാൻഡിങ്, കൂടുതൽ മനസ്സിലാവും. ഇൻക്രീസ്ഡ് എൻഗേജ്മെൻറ്റ്, അതിന് വേണ്ടി നമ്മൾ എൻഗേജ് ചെയ്യും. അതിൽ തന്നെ പ്രൈമറി റിസർച്ച്, സെക്കൻഡറി റിസർച്ച്. എന്താണ് പ്രൈമറി? ആദ്യത്തെ റിസർച്ച്. എന്താണ് സെക്കൻഡറി? എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്? എന്താണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്? ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എന്താണ് ക്വാളിറ്റേറ്റീവ്, എന്താണ് ക്വാണ്ടിറ്റേറ്റീവ്, എന്താ പ്രൈമറി, എന്താ സെക്കൻഡറി, ഇതൊക്കെ പഠിക്കണം. എന്താണ് പബ്ലിക് എന്ന് പറയുന്നത്? പബ്ലിക് ഓർഗനൈസേഷനിൽ ആരൊക്കെ പെടും? ഇൻഫോർമേഷൻ അബൌട്ട് പബ്ലിക് എന്താണ്? സൈസ്, ഡൈവേഴ്സിറ്റി, ദെൻ ഇൻട്രസ്റ്റ്, അക്സസിബിലിറ്റി, ഇൻഫ്ലുവൻസ്. ഇതൊക്കെ മറന്നിട്ടുണ്ടാവും. ഇതൊക്കെ ഒന്ന് പൊടി തട്ടി ഒന്നും കൂടെ നോക്കണം കേട്ടോ. ദെൻ പബ്ലിക് ഒപ്പീനിയൻ, പൊതുജനത്തിൻ്റെ അഭിപ്രായമാണ്. സ്ട്രെങ്ത് പബ്ലിക് ഒപ്പീനിയൻ 1, 2, 3, 4. ഗവേണേഴ്സ് ഓഫ് പബ്ലിക് ഒപ്പീനിയൻ 1, 2, 3, 4, 5 നോക്കുക കേട്ടോ. ഒപ്പീനിയൻ ലീഡേഴ്സ് ആരാണ്? ഇൻഡിവിജ്വൽസ് ഹു ഹാവ് ദ എബിലിറ്റി ടു ഇൻഫ്ലുവൻസ് ഒപ്പീനിയൻസ് ആൻഡ് ബിഹേവിയേഴ്സ് ഓഫ് ദ അതേഴ്സ്. ഒരാളുടെ അഭിപ്രായത്തെ അല്ലെങ്കിൽ ഒരാളുടെ സ്വഭാവത്തെ നമുക്ക് സ്വാധീനിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അവരുടെ സ്വഭാവം നമ്മുടെ സംസാരം കൊണ്ട് മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഒപ്പീനിയൻ ലീഡേഴ്സ് കേട്ടോ. ഡെഫിനിഷൻ പഠിച്ചു വയ്ക്കുക. പബ്ലിക് സ്ഫിയർ എന്താണെന്ന് നോക്കുക. കോൺസെപ്റ്റ് ഒന്ന് 2 സെൻറ്റൻസിൽ അത് പഠിച്ചു വയ്ക്കുക. അതിൻ്റെ റീക്യാപ്പ് നോക്കുക കേട്ടോ. ദെൻ അടുത്ത യൂണിറ്റ് 3 മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൾച്ചറാണ്. മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കൾച്ചറിൽ എന്താണ് കൾച്ചർ അറിയാലോ. അതെ, കൾച്ചർ വേഴ്സസ് ലാംഗ്വേജ്, ഇതൊക്കെ വെറുതെ വായിച്ചു വിട്ടാൽ മതി. മാസ് മീഡിയ ആൻഡ് കൾച്ചർ അതിലെന്ത് വരുന്ന? പ്രിൻറ്റ് മീഡിയ, ഇലക്ട്രോണിക് മീഡിയ, ന്യൂ ഏജ്, ഇതൊക്കെ വായിച്ചു പോവാട്ടോ. ഇവിടെ ദ ഫോളോയിങ് ആർ ദ റോൾസ് പ്ലേഡ് ബൈ മാസ് മീഡിയ ആസ് ഫാർ ആസ് കൾച്ചറിൽ മാസ് മീഡിയയുടെ റോള് അത് ഇമ്പോർട്ടൻ്റ് ആണ്. 1, 2, 3, 4, 5, 6, 7, 8 ആയ പോയിൻറ്റ്സ് ഉണ്ട്, അത് പഠിക്കാം. എന്താണ് പോപ്പുലർ കൾച്ചർ? പോപ്പുലർ കൾച്ചർ എന്താണെന്നും പഠിക്കാം കേട്ടോ. യൂണിറ്റ് 4 റോൾ ഓഫ് മീഡിയ ഇൻ ഡെമോക്രസി, ജനാധിപത്യത്തിൽ മാധ്യമത്തിൻ്റെ റോള്. അതിൽ ഡെമോക്രസി ആൻഡ് ലിബർട്ടി, ജനാധിപത്യവും സ്വാതന്ത്ര്യവും നോക്കണം കേട്ടോ. ഡെമോക്രസി ലാസ്റ്റ് കണ്ടോ? എൻഷ്യൂർസ്, ജനാധിപത്യം എന്തൊക്കെ സ്വാതന്ത്ര്യമാണ് സിറ്റിസൺസിന് കൊടുക്കുന്നത്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10 പോയിൻറ്റ്സ് അത് പഠിക്കണം. ദെൻ മീഡിയ ആൻഡ് ഡെമോക്രസി അത് വായിക്കണം.
മീഡിയയ്ക്ക് കൊടുക്കുന്ന ഫ്രീഡം ഇതൊക്കെ ജസ്റ്റ് വായിച്ചും എടുത്താൽ മതി. മീഡിയ ഫ്രീഡം ആൻഡ് ഡെമോക്രസി ഒക്കെ വായിച്ചു വിടാം. ചലഞ്ചസ് ഓഫ് മീഡിയ ഫ്രീഡം എന്തൊക്കെ ചലഞ്ചസ് ആണ് പഠിക്കുക. സെൻസർഷിപ്പ്, സർവീലിയൻസ്, ഹരാസ്മെൻറ്റ്. അടുത്ത് നോക്കി റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ഡെമോക്രാറ്റിക് കൺട്രി. ഒരു ജനാധിപത്യ രാജ്യമാണെങ്കിൽ അതിന് ചില കടമകളുണ്ട്. ആ കടമകൾ എന്ന് പറയുന്നത് എന്തിനെ സംരക്ഷിക്കാനാണ്? മാധ്യമത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാനുള്ള കടമകൾ ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ എന്താണ്? 1 2 3 4 5 6 7 8 9 10 8 പോയിന്റ് പഠിക്കാം കേട്ടോ. 11 പോയിൻറ്റ്സ് ഉണ്ട് പഠിക്കാം. യൂണിറ്റ് 5 മാസ് കമ്മ്യൂണിക്കേഷൻ ഇൻ എ നെറ്റ്വർക്ക്ഡ് സൊസൈറ്റിയാണ്. എന്താണ് ഗ്ലോബൽ വില്ലേജ് എന്ന് പഠിക്കാം. പിന്നെ എന്താണ് ഇൻഫോർമേഷൻ സൊസൈറ്റി എന്ന് പഠിക്കുക. ഇൻഫോർമേഷൻ സൊസൈറ്റിയുടെ ഫീച്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫീച്ചേഴ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒന്നാമത് എന്താ? യൂബിക്യൂഷ്യസ് എക്സസ് ടു ഇൻഫോർമേഷൻ. രണ്ടാമത്തത് നോളേജ് ബേസ്ഡ് എക്കണോമി. അപ്പോൾ ഈ ടൈറ്റിൽ പഠിച്ചു വെച്ചാൽ മതി, ബാക്കിയൊക്കെ അതിൽ നിന്ന് ഉണ്ടാക്കി എഴുതിയാൽ മതി. ഡിജിറ്റൽ ഡിവൈഡ്, നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ, ഇൻക്രീസ്ഡ് ഓട്ടോമേഷൻ, ഇ-കോമേഴ്സ്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി, പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി നോക്കുക കേട്ടോ. ദെൻ ഇമ്പാക്റ്റ് ഓഫ് ഇൻഫോർമേഷൻ സൊസൈറ്റി രണ്ടെണ്ണം ജസ്റ്റ് നോക്കി വയ്ക്കുക. എന്താണ് നെറ്റ്വർക്ക് സൊസൈറ്റി എന്ന് പഠിക്കുക. ഫീച്ചേഴ്സ് ഓഫ് നെറ്റ്വർക്ക് സൊസൈറ്റിയുടെ പ്രത്യേകതകൾ 1 2 3 4 5 6 7 8 പോയിൻറ്റ്സ് ഉണ്ട്. അഡ്വാൻറ്റേജസ് ഓഫ് നെറ്റ്വർക്ക് സൊസൈറ്റി പോലെ തന്നെ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ മനസ്സിലാക്കി പഠിക്കാമെന്നുള്ളൂ, അല്ലാതെ എല്ലാം കാണാതെ പഠിക്കാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അതുപോലെ റോൾ ഓഫ് മാസ് മീഡിയ ഇൻ ക്രിയേറ്റീവ് നെറ്റ്വർക്ക് സൊസൈറ്റിയിൽ മാസ് മീഡിയയുടെ പങ്ക്. മാസ് മീഡിയ ഇൻ നെറ്റ്വർക്ക് സൊസൈറ്റി ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കുക. അടുത്ത ബ്ലോക്ക് 4 ആണ് തിയറീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. തിയറീസ് ഓഫ് മീഡിയ ഇഫക്ട്സ് ആണ് ആദ്യം വരുന്നത്. ഇത് കുറച്ചും കൂടെ നമുക്കൊരു ടഫായിട്ടുള്ള ഒരു ഏരിയ ആണ്. എന്താണ് കത്താർസിസ്? എന്താണ് കത്താർസിസ് എന്ന് പറയുന്നത്? അത് വായിച്ച് നോക്കി മനസ്സിലാവണം. കത്താർസിസ് ആസ് യൂസ്ഡ് ഇൻ ദ വർക്ക് ബൈ പോയറ്റിക്സ് ഈസ് എ ബെനിഫിഷ്യൽ ടു ഇൻഡിവിജ്വൽ ആസ് വെൽ ആസ് ദ സൊസൈറ്റി. കത്താർസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ പിന്നീട് ആ ഒരു തെറ്റിൽ നമ്മൾ പശ്ചാത്തപിക്കല്ലോ, നമ്മുടെ മൈൻഡ് എന്ത് ചെയ്യും? പ്യൂരിഫൈ ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? കത്താർസിസ്. നമ്മുടെ മനസ്സ് നമ്മൾ തെറ്റ് ചെയ്തതിന് ശേഷം മനസ്സിലാക്കി നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കുന്നത്, ആ പ്യൂരിഫിക്കേഷനാണ് കത്താർസിസ് കേട്ടോ. റീഇൻഫോഴ്സ്മെൻറ്റ് ഇത് നോക്കുക. ദെൻ റിഫ്ലക്സ് എഫക്റ്റ്, ബാൻഡ് വേഗം എഫക്റ്റ് ഇതൊക്കെ വായിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവുള്ളൂ. മാജിക് ബുള്ളറ്റ് തിയറി ഇതൊക്കെ പറഞ്ഞതാണ്. 2 സ്റ്റെപ്പ് ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആരാണ്? ഒപ്പീനിയൻ ലീഡേഴ്സ് പറഞ്ഞതാണ്. എന്താണ് ഗ്രേപ്പ് വൈൻ കമ്മ്യൂണിക്കേഷൻ? ഇതൊക്കെ ഒറ്റ വാക്കിൽ മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ, പഠിക്കാനുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ റീക്യാപ്പുകൾ പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. റീക്യാപ്പുകൾ നല്ലപോലെ പഠിക്കുക. ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. യൂണിറ്റ് 2 സൈക്കോളജിസ്റ്റ് തിയറീസ് ചിലപ്പോൾ ചോദിക്കാം. സൈക്കോളജിക്കൽ തിയറികളിൽ വരുന്നത് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് തിയറി ഉണ്ട്, സെലക്റ്റീവ് എക്സ്പോഷർ, സെലക്റ്റീവ് പെർസെപ്ഷൻ, സെലക്റ്റീവ് റിട്ടൻഷൻ, കോഗ്നിറ്റീവ് ഡിസോണൻസ് തിയറി. then അതിൻ്റെ റീക്യാപ്പ് നല്ലപോലെ പഠിക്കുക കേട്ടോ. അടുത്ത സോഷ്യോളജിക്കൽ തിയറിയാണ്. ഈ സൈക്കോളജിക്കൽ തിയറി പോലെ തന്നെയുള്ളതാണ് സോഷ്യോളജിക്കൽ തിയറി. ഒന്നാമത്തെ കൾട്ടിവേഷൻ തിയറി, രണ്ടാമത്തത് അജണ്ട സെറ്റിംഗ് തിയറി, ദെൻ ഫ്രെയിമിങ് എന്താണെന്ന് പഠിക്കുക. ഇതെല്ലാം പഠിക്കുന്നതല്ല, അത് മനസ്സിലാക്കാമെന്ന് മാത്രമാണ്. സ്പൈറൽ ഓഫ് സൈലൻസ്, ദെൻ ഗ്രാറ്റിഫിക്കേഷൻ തിയറിയുടെ യൂസസ്. റീക്യാപ്പിൽ നമുക്ക് അതിൻ്റെ വേർഡായിട്ടുള്ള ഡെഫിനിഷൻസ് കിട്ടും. യൂണിറ്റ് 4 മീഡിയ ഓഡിയൻസ് തിയറിയാണ്. മീഡിയ ഓഡിയൻസ് തിയറിയിൽ ദ യൂസസ് ആൻഡ് ഗ്രാറ്റിഫിക്കേഷൻ തിയറി നോക്കണം, ഒക്കെ വായിച്ചു പോയാൽ മതി, അത് തന്നെയുള്ളൂ. ദെൻ സോഷ്യൽ മീഡിയ യൂസസ് എന്താണ് നമുക്ക് പറയാണ്ട് തന്നെ അറിയാം. അതിൻ്റെ റീക്യാപ്പ് നല്ലപോലെ വായിക്കാം കേട്ടോ. യൂണിറ്റ് 5 നോർമാറ്റീവ് തിയറീസ് ഓഫ് പ്രസ് ആണ്. അതിൽ തന്നെ അതോറിറ്റേറിയൻ തിയറി ഓഫ് ദ പ്രസ് ഉണ്ട്. ദെൻ ലിബററ്റേറിയൻ തിയറി. അതോറിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന, പ്രസ് ഭരിക്കുന്നു, പത്രത്തിന് സ്വാതന്ത്ര്യമില്ല. ലിബററ്റേറിയൻ എന്ന് പറയുമ്പോൾ പ്രസ്സിന് സ്വാതന്ത്ര്യം കൊടുക്കുന്നു, അല്ലേ, അച്ചടിക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നു. ദെൻ സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് തിയറി ഓഫ് ദ പ്രസ്. കമ്മ്യൂണിസ്റ്റ് തിയറി പ്രസ്സിൽ അപ്ലൈ ചെയ്യാണ്. ദ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തിയറിയാണ് നാലാമതായിട്ടുള്ളത്. ദെൻ അടുത്ത പോയിന്റ് എന്താണ്? ഡെവലപ്മെൻറ്റൽ മീഡിയ തിയറി, ഡെമോക്രാറ്റിക് പാർട്ടിസിപ്പേഷൻ തിയറി. അപ്പോൾ അതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു 4ാമത്തെ യൂണിറ്റിന് പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. അതിൽ കുറച്ച് ടഫായിട്ടുള്ളതൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് അതിന്
എപ്പോഴും പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കാം. 5ാമത്തെ യൂണിറ്റ് മീഡിയ ടെക്നോളജിയാണ്. എവല്യൂഷൻ ഓഫ് പ്രിൻറ്റിങ് എങ്ങനെ ഉണ്ടായി. കാലിഗ്രാഫി കുറച്ചുകൂടി സിമ്പിളാണ്. കാലിഗ്രാഫി എന്താണ് ആ ഒരു ചാപ്റ്റർ നോക്കുക. ദെൻ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് റൈറ്റിംഗ് ഉണ്ട് ഇവിടെ. ക്യൂണിഫോം വരുന്നുണ്ട്, ഹൈറോഗ്ലിഫിക്സ് വരുന്നുണ്ട്, പാം ലീഫ് ബുക്ക്, അതെന്താണെന്ന് മാത്രം പഠിച്ചാൽ മതി. ദെൻ കോഡെക്സ് എന്താണെന്നൊക്കെ. ദെൻ ഇൻവെൻഷൻ ഓഫ് പേപ്പർ, എങ്ങനെ പേപ്പർ ഉണ്ടായി എന്നുള്ള കഥയാണ്, അത് വായിച്ചു നോക്കുക. ദെൻ പ്രിൻറ്റിംഗ് ടെക്നോളജീനെ കുറിച്ചും ഒക്കെ എന്താണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ലെറ്റർ പ്രസ് എന്താണ്, ജോഹന്നാസ് ഗുട്ടൻബർഗിൻ്റെ കാര്യങ്ങളൊക്കെ. ദ ലിനോടൈപ്പ് മെഷീൻ, ഈ ഇൻറ്റാഗ്ലിയോ പ്രിൻറ്റിംഗ്, റോട്ടറി പ്രിൻറ്റിംഗ് പ്രസ് ഒക്കെ നോക്കുക. ദെൻ ഓഫ്സെറ്റ് പ്രിൻറ്റിംഗ്, ഡിജിറ്റൽ പ്രിൻറ്റിംഗ്, 3D പ്രിൻറ്റിംഗ്, ഇതൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. അതിൻ്റെ റീക്യാപ്പ് നല്ലപോലെ പഠിക്കുക, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക കേട്ടോ. ദെൻ അടുത്തത് എവല്യൂഷൻ ഓഫ് റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് ആണ്. പ്രിൻറ്റ് കഴിഞ്ഞ് പിന്നെ റേഡിയോ, അതിൻ്റെ ജെനീസിസിനെ കുറിച്ച് നോക്കുക. ഇലക്ട്രോമാഗ്നറ്റിസം, മീഡിയ എങ്ങനെ റേഡിയോ വന്നു എന്നുള്ള ഓരോരോ ഇതുകളാണ്. ദെൻ ടെലഗ്രാഫ്, ദെൻ അത് നോക്കുക. ടെലഫോൺ വന്നു, ഫോണോഗ്രാഫ് വന്നു, റേഡിയോയുടെ തന്നെ കഥകൾ, അതിൻ്റെ എവല്യൂഷൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ ഇത് വായിച്ച് നോക്കി മനസ്സിലാക്കുക. ദെൻ മീഡിയം വേവ് ട്രാൻസ്മിഷൻ, അതിൽ തന്നെ ലോങ് വേവ് ട്രാൻസ്മിഷൻ, ഹൈ ഷോർട്ട് ഫ്രീക്വൻസി വേവ്സുകൾ വന്നു. ദെൻ ഇൻവെൻഷൻ ഓഫ് ദ ട്രാൻസിസ്റ്റർ വന്നു, ഫ്രീക്വൻസി മോഡുലേഷൻ, പേരുകൾ മാത്രം പഠിച്ചു വെച്ചാലും മതി ഓർഡറിൽ. ഡിജിറ്റൽ ടെക്നോളജി, ഡിജിറ്റൽ ഓഡിയോ, ദെൻ ഡിജിറ്റൽ റേഡിയോ മോണ്ടേൽ വന്നു, പേരുകൾ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അത് റീക്യാപ്പ് നല്ലപോലെ വായിക്കാം. ദെൻ അടുത്ത യൂണിറ്റ് 3 എവല്യൂഷൻ ഓഫ് ടെലികാസ്റ്റിംഗ് ആണ്. TV പോലെയുള്ളത്. അപ്പോൾ അതിൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫി, അതായത് ഫോട്ടോസിൻ്റെ സ്റ്റില്ലായിട്ടുള്ള ഫോട്ടോഗ്രാഫ് വന്നു. ദെൻ മോഷൻ പിക്ചേഴ്സ് വന്നു, അതായത് ചലിക്കുന്ന ചിത്രങ്ങൾ വന്നു, അതൊക്കെ. ദെൻ പിക്ചർ ടെലിഗ്രാഫി എന്താണെന്ന് പഠിക്കുക. അതിൽ തന്നെ സ്കാനിങ് ആൻഡ് സിങ്ക്രണൈസിങ് ദ ടെലിവിഷൻ സിസ്റ്റം എന്താണെന്ന് പഠിക്കുക. ദെൻ മെക്കാനിക്കൽ ടെലിവിഷൻ സിസ്റ്റം, ഇലക്ട്രോണിക് ടെലിവിഷൻ സിസ്റ്റം, ദെൻ ടെറസ്ട്രിയൽ ടെലിവിഷൻ ട്രാൻസ്മിഷൻ, സാറ്റലൈറ്റ് ടെക്നോളജി, ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്, ഡിജിറ്റൽ ബ്രോഡ്കാസ്റ്റിംഗ്, ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ ടെലിവിഷൻ, ലൈവ് സ്ട്രീമിംഗ് എന്താണെന്ന് പഠിക്കുക. ദെൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന്, OTT പ്ലാറ്റ്ഫോംസ് ഇതൊക്കെ നല്ലപോലെ പഠിക്കണം കേട്ടോ. ദെൻ എവല്യൂഷൻ ഓഫ് ഡിജിറ്റൽ മീഡിയ, ഇന്നത്തെ ഇൻ്റർനെറ്റിൻ്റെ എവല്യൂഷനെ കുറിച്ചാണ്. കമ്പ്യൂട്ടർ ടെക്നോളജീനെ കുറിച്ച് വായിച്ചു വിടുക. ദെൻ ഇതൊക്കെ വായിക്കാനുള്ളത് തന്നെയാണ്. ദെൻ ഡിജിറ്റൽ വേൾഡ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ കോൺസെപ്റ്റ് ഓഫ് ഡിജിറ്റൽ മീഡിയ പിന്നെ വരുന്നതിനെ കുറിച്ചൊക്കെ. എവല്യൂഷൻ ഓഫ് നെറ്റ്വർക്ക്സുകൾ, അത് നോക്കുക. ദെൻ മാസ് മീഡിയ ഇൻ നെറ്റ്വർക്ക് വേൾഡ്, പനറ്റൊക്കെ. മേജർ മൈൽ സ്റ്റോൺസ്, ഇത് കാണാതെ പഠിക്കുക. മേജർ മൈൽ സ്റ്റോൺസ് കാണാതെ പഠിക്കുക മീൻസ് വർഷങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ന്യൂ മീഡിയ ടെക്നോളജീസ് നോക്കുക. ദെൻ എവല്യൂഷൻ ഓഫ് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി, എവല്യൂഷൻ ഓഫ് സോഷ്യൽ മീഡിയ, ഇന്നത്തെ അവസ്ഥ അല്ലേ, ഇന്ന് എന്താണ് സോഷ്യൽ മീഡിയ വന്നു കഴിഞ്ഞു. റീക്യാപ്പ് നല്ലോണം നോക്കുക, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്. ദെൻ 5ാമത്തത് ഇമ്പാക്റ്റ് ഓഫ് ടെക്നോളജി ഓൺ മീഡിയ ആൻഡ് മീഡിയേഷൻ, മീഡിയ കൺവേർജൻസ് ആണ്. അപ്പോൾ ഇമ്പാക്റ്റ് ഓഫ് ടെക്നോളജി ഓൺ മീഡിയ ആൻഡ് മീഡിയേഷൻ വായിച്ചു പോവുക. പ്രിൻറ്റിങ് എങ്ങനെയാണെന്ന് നോക്കുക, പ്രിൻറ്റിങ്ങിനെ എങ്ങനെ ബാധിച്ചു. ടെലഗ്രാഫ് ടെക്നോളജീനെ, ടെലിഫോൺ, റേഡിയോനെ, ദെൻ ഫോട്ടോഗ്രാഫി, ദെൻ സിനിമാറ്റോഗ്രഫീനെ, ദെൻ എന്താ ടെലിവിഷൻ, ഇൻ്റർനെറ്റ്, അതൊക്കെ നല്ലപോലെ നോക്കുക കേട്ടോ. ടെലിവിഷൻ സെക്ഷൻ നോക്കണം, അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് സെക്ഷൻ നോക്കണം. ഓക്കെ. ദെൻ മൊബൈൽ ഫോൺ ടെക്നോളജി വരുന്നുണ്ട്, അതൊക്കെ നമുക്കറിയാവുന്നത് തന്നെയാണ്. മാസ് മീഡിയ കൺവേർജൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റീക്യാപ്പും കൂടെ നോക്കുക, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കുക. ഓക്കെ. ദെൻ ബ്ലോക്ക് 6 കമ്മ്യൂണിക്കേഷൻ സ്റ്റഡീസ് ആണ്. അതിൽ ഇൻ്റർകൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം കേട്ടോ, ലാസ്റ്റത്തെ ബ്ലോക്ക്. അപ്പോൾ ഈ 5 ബ്ലോക്ക് വരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കുക. ഓക്കെ.